ബാബു, ടേക്ക് ഇറ്റ്. കാണ്ട് ആക്സസ്. അപ്പോൾ ആവശ്യമില്ലാത്ത പരിഭ്രാന്തി വേണ്ട. കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ ജനങ്ങളോട് ഞങ്ങൾക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ എത്രയും വേഗം ഞങ്ങളടുത്ത് റിപ്പോർട്ട് ചെയ്യും. പിന്നെ മീഡിയ, ലെറ്റ്സ് കോഓപ്പറേറ്റ് ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ ദിസ് ടുഗദർ. താങ്ക് യു. തന്റെ മരണം ഉൾപ്പെടെയെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതിനു ശേഷമാണ് മോഹൻ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും അയാളുടെ ധൈര്യവും. ഡിവോഴ്സ് ആയിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. അത് സർവൈവ് ചെയ്തില്ലേ? മരുന്നിൻ്റെ എഫക്റ്റ് ഒരു 5-6 മണിക്കൂർ കാണും. അളന്ന് ഉറങ്ങിട്ട് എന്തായാലും. സാർ, സ്കന്ദപുരം സ്കാനിൽ അന്വേഷിക്കുന്ന സെൻട്രൽ റിവ്യൂ കമ്മിറ്റി നാളെ സൈറ്റ് വിസിറ്റ് ചെയ്യാനിരിക്കണം. സോ അതിനുമുമ്പ് പ്ലാന്റ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺസ്പിറസി ഉണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. പ്രസാദ് പുത്രൻ. യെസ്. എന്താടോ മാം, ഈ മോഹൻ പണ്ട് കൊടുത്ത കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ? ആ വീടല്ലാതെ കുട്ടി ഒളിപ്പിക്കാൻ പറ്റിയ വേറെ ഒരു പ്രോപ്പർട്ടിയും അയാൾക്കില്ല. That guy was not using a mobile phone, no friends, no relatives, and no CCTV. അപ്പോൾ ഒരാൾക്ക് ഇവിടെ CCTVയോ മൊബൈലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് അന്വേഷിക്കാൻ പറ്റില്ല അല്ലേ? ഇവിടെ ഇത്ര ഇൻഫ്രാസ്ട്രക്ചറും ആഡ്പാർ ഫെസിലിറ്റീസ് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാറേ ഈ ഫോഴ്സ്? ഇങ്ങനൊരു കേസിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രസിഡൻസ് ഇല്ല. We doing our best. Then where is my son? ആ കേസ് സ്കന്ദപുരം ഇഷ്യൂവിനെതിരെയുള്ള ഒരു പബ്ലിക് ലിറ്റിഗേഷൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. MLA ശിക്ഷിച്ചില്ലെങ്കിലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ഇത് ചെയ്യില്ലായിരുന്നു. ഓക്കെ മാം, താങ്ക് യു. ഈ പാർവതിമാരാ മാഡം അല്ലേ നിഷ മർഡർ കേസൊക്കെ അന്വേഷിച്ച? അവരെങ്ങനെ അറിയാം? ഞങ്ങൾ ഒരുമിച്ച് ഒരു കേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ മോഹൻ സെൽവരാജിന്റെ കാറിന് ബ്രീഫ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ആളൊഴിഞ്ഞ ബിൽഡിങ്സ്, കുട്ടിയെ ഒളിപ്പിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ പാരലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ റൂട്ട് തിരിയുന്നതിന് മുമ്പേ അവസാനമായിട്ട് അയാൾ നിർത്തിയിരുന്നത് സ്കന്ദപുരം പ്ലാന്റ് ഏരിയയിലാണ്. പ്ലാന്റിൽ അവിടെ പബ്ലിക് എൻട്രി ബാൻഡ് അല്ലേ? ഇത്രയും പ്ലാൻ ചെയ്ത മോഹന് ഇതും പ്ലാൻ ചെയ്തുകൂടെ? ഇപ്പൊ സാധാരണക്കാർ പോലും ഓൺലൈൻ നോക്കി ഒറ്റയ്ക്ക് ബോംബുണ്ടാക്കുന്ന കാലമല്ലേ? ഗണേഷ് പ്ലീസ്, ഉമാമൂർത്തി മാഡം ടൈമിന്റെ കാര്യത്തിൽ വളരെ